കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ഫിസിക്സ് പഠിക്കുന്ന എല്ലാ കുട്ടികളും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഐസക് ന്യൂട്ടൺ ഒരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം കാൽക്കുലസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ചിന് ധാരാളം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ആളാണ്. പിന്നെ നമുക്കറിയാം ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 7 കളേഴ്സ്. ന്യൂട്ടൺസ് ഡിസ്ക് ഒക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഐസക് ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ലോസ് ഓഫ് മോഷനും ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും, പിന്നെ നമ്മുടെ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ 2 കാര്യങ്ങൾ, ലോസ് ഓഫ് മോഷനും തിയറി ഓഫ് ഗ്രാവിറ്റേഷനും, നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. എപ്പോഴാണ് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്റ്റിലാണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് ദ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് ചേഞ്ചിങ്, we can say that changing with respect to its surroundings, we can say that it is in motion. അപ്പോൾ ഈ എക്സാമ്പിൾ നമുക്കൊരു ഗ്ലാസ് ടംബ്ലറിന്റെ മുകളിൽ ഒരു കാർഡ്ബോർഡിൽ ഒരു കോയിൻ വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ അതൊക്കെ ഈ ഷീറ്റ്, കാർഡ്ബോർഡ് ഷീറ്റ് മൂവ് ചെയ്യാണ്. എന്ത് സംഭവിക്കും? ഈ കോയിൻ നേരെ താഴേക്ക് വന്ന് വീഴും. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് 3 ആൾക്കാർ ഓടുകയാണ്. ഓടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഫിനിഷിംഗ് പോയിന്റ് എത്തിയെന്ന് കരുതി അവർ സഡൻ ആയിട്ട് അവിടെ നിൽക്കുകയാണോ ചെയ്യുന്നത്? നമുക്കറിയാം ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞാലും അവർ കുറച്ച് ദൂരവും കൂടി ഓടിയിട്ട് മാത്രമാണ് അവർക്ക് നിൽക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ബസ്സിൽ നിന്ന് നമ്മൾ ചാടി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ നിൽക്കുമ്പോഴോ ബസ് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ മുന്നോട്ടായി. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഗലീലിയോയുടെ ഒരു തോട്ട് എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. തോട്ട് എക്സ്പെരിമെന്റ് എന്നാൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു. അതാണ് തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു ബോള് ഇവിടെ ഇതുപോലെ ഒരു സ്റ്റീപ്പ് ആംഗിളുള്ള ഒരു സർഫസിലേക്ക് ഒരു ബോള് ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? ഈ ബോള് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിട്ട് നേരെ ഇപ്പുറത്തെ സർഫസിലേക്ക് പോകും. ഈ ഇനിഷ്യലി എവിടെയാണോ ഇനിഷ്യൽ ഹൈറ്റ് എവിടെയായിരുന്നോ അത്രയും ഹൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് വരും. ഇനിഷ്യൽ ഹൈറ്റും ഫൈനൽ ഹൈറ്റും ഈക്വൽ ആണ്. ഇനി ഞാൻ അതിന്റെ ഇൻക്ലിനേഷൻ അല്പം കുറയ്ക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻക്ലിനേഷൻ കുറയ്ക്കുമ്പോൾ ഇതേ ഹൈറ്റ് ഇത്രയും ദൂരം തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ബോൾ ഇവിടെ വന്നാൽ ഇവിടെ എത്തും. പക്ഷേ സെയിം ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാലല്ല. ഇത് കുറച്ചും കൂടി ദൂരം ട്രാവൽ ചെയ്ത് എവിടെയാണോ നമ്മുടെ ബോൾ ആദ്യം ഡ്രോപ്പ് ചെയ്തത് അതേ ഹൈറ്റിൽ, ഗ്രൗണ്ടിൽ നിന്ന് അതേ ഹൈറ്റിൽ എത്താൻ വേണ്ടിയിട്ട് ആ ബോൾ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും. ആൻഡ് ഇനിഷ്യൽ ഹൈറ്റ് ഈക്വൽസ് ഫൈനൽ ഹൈറ്റ്. ഇനിയാണ് നമ്മുടെ തോട്ട് എക്സ്പെരിമെന്റ്. നമ്മൾ ഇമാജിൻ ചെയ്യുക, ഞാൻ ഇവിടെ ഒരു ഇൻക്ലിനേഷനും ഇല്ലാത്ത ഒരു സർഫസ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് എത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ ഹൈറ്റിലേക്ക് എത്തും? എത്ര ദൂരം ട്രാവൽ ചെയ്താലും എത്തില്ല എന്ന് നമുക്കറിയാം. സോ ദ ബോൾ വിൽ റോൾ ഫോർ അവർ. ദ ബോൾ കണ്ടിന്യൂ ടു മൂവ് അൺലെസ് ഇറ്റ് റീച്ച് ദ ഹൈറ്റ്, ഇനിഷ്യൽ ഹൈറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം വിചാരിക്കാനുണ്ട്, ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസ് ആയിരിക്കണം. ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആണെങ്കിൽ എന്ത് പറ്റും? ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ റെസിസ്റ്റ് ദ മോഷൻ ഓഫ് ദ ബോൾ. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസ് ആണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ, ഒരു ഇൻക്ലിനേഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്ട്രെയിറ്റ് സർഫസ് ആണ് എങ്കിൽ, ഫ്രിക്ഷൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ ബോൾ വിൽ റോൾ ഫോർ അവർ. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കുറച്ചുകൂടെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഒപ്പോസ് ദ മോഷൻ ഓഫ് ദ ബോൾ. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഒരു മൂവ്മെന്റിൽ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ. ഓക്കെ, ദെൻ ഇനി അപ്പോൾ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. മൂവ് ചെയ്തൊരു സാധനം യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ if there is no friction. ഇനി ഞാൻ പറയുന്നത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് എപ്പോഴൊക്കെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
വെറുതെ ഒരു ബോളർ എടുത്ത് വെച്ചിരുന്നാൽ നോ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്, ഇറ്റ് ഡസ് നോട്ട്. അപ്പൊ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ മൂവ് ചെയ്യില്ല. അപ്പൊ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്താൽ മൂവ് ചെയ്യൂ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എപ്പോഴും ഫോഴ്സ് ആക്ട് ചെയ്താൽ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് എല്ലാ സിറ്റുവേഷനിലും. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ട്രക്ക്, ഒരു 100 Newton force acts towards right and 100 Newton force acts on the same truck towards left. But there are two forces, 100 Newton towards right and 100 Newton towards left. These two forces are equal but opposite. Equal and opposite forces acting on the same object. What happens? നമുക്കറിയാം വടംവലി പോലെയാണ് ഇത് മൂവ് ചെയ്യില്ല. ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട്സ് ഓൺ ദ സെയിം ഒബ്ജക്ട്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യണം, ആക്ട് ചെയ്താൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. പക്ഷെ എത്തരത്തിലുള്ള ഫോഴ്സ് ആയിരിക്കണം? ഇവിടെ ഈക്വൽ ഫോഴ്സ് ആണ് അല്ലേ? ഒരു അൺഈക്വൽ ഫോഴ്സ് ആയിരുന്നാൽ എന്ത് സംഭവിച്ചേനെ? ബിഗർ ഫോഴ്സ് റൈറ്റിലേക്ക്, സ്മോളർ ഫോഴ്സ് 16 Newton ലെഫ്റ്റിലേക്ക്. നമുക്കറിയാം ദ ട്രക്ക് വിൽ ഡെഫിനറ്റ്ലി മൂവ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം. അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്തില്ല എങ്കിൽ an object will continue its rest. If an unbalanced force acts on it, an object will start moving. അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് മാത്രമായിരുന്നാൽ മതിയോ? ഇപ്പൊ ഞാനൊരു കാറിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആ കാറിനെ തന്നെ തള്ളുകയാണ്, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേസമയം അതേ ഫോഴ്സ് ഞാൻ പുറത്തു നിന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കാർ മൂവ് ചെയ്യും. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് external force വേണം to cause a movement. If an object is in motion, it will continue its motion unless a force acts on it. And for an object in rest, an unbalanced external force is needed for its movement. So unbalanced force causes an object to start moving, stop or stop moving, or changes its direction. Then balanced force do not change the object's motion. Balanced force means equal but opposite. An object not move unless an external unbalanced force acts on it. An object in motion will continue its motion unless an external force acts on it. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ഇതെല്ലാം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാം? Every object continue its state of rest or of uniform motion. Uniform motion means motion with constant velocity. നമ്മൾ പഠിച്ചതാണ്. An object continue its state of rest or uniform motion along a straight line unless it is compelled by an external unbalanced force. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഫോഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഒന്ന് എന്താണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം, ഇല്ലെങ്കിൽ അത് ആ റെസ്റ്റിൽ തന്നെ തുടരും. An object is in motion, an external unbalanced force is needed to change its velocity or change its direction. So every body continue its state of rest or of uniform motion along a straight line until unless an external unbalanced force applied on it. Then first law gives the definition of force. What is a force? Force is that something which tends to change the state of rest or uniform motion of an object. എന്താണ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാം? റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനോ, ഒരു യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അതിന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് എന്താണോ അതാണ് ഫോഴ്സ് എന്ന് പറയാം. ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് or tends to change the state of rest or the state of uniform motion of a body along a straight line. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ട്? ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് എന്താണോ, റെസ്റ്റ് ആണോ മൂവ്മെന്റ് ആണോ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ്.
അപ്പോൾ every object has a tendency to continue its state. നമുക്കുണ്ടല്ലേ, നമ്മളൊരിടത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മടിയാണ് എഴുന്നേറ്റ് മാറാം. അപ്പൊ അതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്ത് ആണോ നമ്മുടെ സ്റ്റേറ്റ് അത് കണ്ടിന്യൂ ചെയ്യുന്ന ടെൻഡൻസി എല്ലാ ഒബ്ജക്ട്സിനും ഉണ്ട്. ആ ടെൻഡൻസിക്ക് നമ്മളൊരു പേര് പറയും. ഇറ്റ് ഈസ് കോൾഡ് ഇനേർഷ്യ. The tendency of an object to resist acceleration or to continue its uniform motion. It is the tendency of an object at rest to remain rest. So, first law നമുക്ക് എന്തും പറയാം. First law is also called law of inertia. It tells about the inertia of an object. So inertia can be defined as the tendency of an object to continue its state of rest or state of uniform motion. ഇനേർഷ്യയുടെ ആപ്ലിക്കേഷൻസ് ഡെയിലി ലൈഫിൽ ധാരാളം ഉണ്ട്, നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനേർഷ്യ എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു എം ടി വെസല് എടുക്കുകയാണ്, നമുക്കൊരു ഫിൽഡ് ആയിട്ടുള്ള വെസൽ എടുത്താൽ അതിന് ഏതായിരിക്കും ഇനേർഷ്യ കൂടുതൽ? ഇനേർഷ്യ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. If the mass of an object is more, then its inertia is more. So we can say that heavier objects has greater inertia. So it has a more tendency to continue its state of rest or uniform motion. പലപ്പോഴും പറയാറില്ലേ, ആന ഓടിക്കാൻ വന്നാൽ നമ്മൾ വളഞ്ഞു പുളഞ്ഞു ഓടണം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അപ്പം ആന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര മാസീവായിട്ടുള്ള വലിയ ശരീരമുള്ള ഒരു ജീവിയാണ് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഓടുമ്പോൾ നമ്മുടെ പുറകെ വരികയാണെങ്കിൽ അതിനും എന്താണ്, ഇറ്റ് ഹാസ് ടു ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. സോ ഇറ്റ് ഹാസ് ലാർജർ മാസ്, സോ ഇറ്റ് ഹാസ് ലാർജർ ഇനേർഷ്യ. സോ ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ്. Inertia is the tendency of an object to continue its state of rest or uniform motion. First law endana? First law is an object continue its state of rest or uniform motion unless acted by an external unbalanced force. Greater the mass of the object, greater is its inertia. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. Thank you.